أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വിശുദ്ധ ഖുർആന്റെ മഹത്വത്തെയും മേന്മകളെയും കുറിച്ചാണ് ഇപ്പോൾ ഖുതുബകൾ നൽകി വരുന്നത്. അതിൻ്റെ മഹത്വവും മേന്മയും വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുകയാണ്, ഞാൻ സത്യമായും പറയുന്നു, വിശുദ്ധ ഖുർആൻ തികവുറ്റ സമ്പൂർണ്ണ ഗ്രന്ഥമാകുന്നു. ഒരു ഗ്രന്ഥത്തിനും അതിനെ നേരിടാൻ സാധ്യമല്ല. അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നു, വേദത്തിൽ ഹുദല്ലിൽ മുത്തഖീൻ എന്നതുപോലെയുള്ള വല്ല ശ്രുതിയുമുണ്ടോ അതിനെ നേരിടാൻ? വായ കൊണ്ടുള്ള പ്രഖ്യാപനം ഒന്നുമല്ല. അതായത് പരിണിത ഫലം ആവശ്യമില്ലെങ്കിൽ പിന്നെ മുഴുവൻ ലോകത്തും ഏതെങ്കിലും വിധത്തിലൊക്കെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ തന്നെയാണുള്ളത്. ഭക്തിയെയും ആരാധനയെയും ദാനധർമ്മങ്ങളെയും നല്ലതാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ വേദങ്ങൾ വന്നുകൊണ്ട് എന്താണ് നമുക്ക് തന്നത്? എത്രത്തോളം എന്നാൽ ഇതൊക്കെ ഹിന്ദുക്കൾക്ക് മറുപടി നൽകുകയാണ്. അതല്ലെങ്കിൽ വേദങ്ങളെ അംഗീകരിക്കാത്ത ജനതകളിൽ നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടുവെന്ന് തെളിയിക്കൂ. അതുമല്ലെങ്കിൽ വേദങ്ങളുടെ വ്യതിരിക്തത പറഞ്ഞു തരിക. പറയുന്നു, വിശുദ്ധ ഖുർആൻ ആരംഭം മുതൽ തന്നെ സ്വാഭാവികമായും തേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതികൾക്കുള്ള വാഗ്ദാനം നൽകുന്നു. സൂറ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന അധ്യാപനം നൽകി. പറയുന്നു, നിങ്ങൾ അള്ളാഹുവെ നേരായ മാർഗത്തിൽ നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുക. സന്മാർഗത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതോടൊപ്പം തന്നെ നേരായ മാർഗത്തിൽ നടത്തുമെന്ന് വാഗ്ദാനവും നൽകി. പിന്നെ പറയുന്നു, സിറാത്തുൽ മുസ്തഖീം എന്നാൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാകുന്നു. ദുആ പഠിപ്പിച്ചതോടൊപ്പം സൂറ ബഖറയുടെ ആരംഭത്തിൽ തന്നെ സുവാർത്ത നൽകുന്നു, സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സന്മാർഗത്തിന് ദുആ പഠിപ്പിക്കുകയും അത് പ്രാപിക്കാൻ പ്രവർത്തന രൂപരേഖ പറഞ്ഞു തരികയും ചെയ്തു. അതായത് ഈ ഗ്രന്ഥമനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണ്. അതായത് ആത്മാക്കൾ പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം സ്വീകാര്യത അതിൻ്റെ പ്രഭാവവും കാണിക്കുന്നു. ദുആ സ്വീകാര്യതയുടെ പ്രസ്തുത വാഗ്ദാനം വിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെ പൂർത്തിയാകുന്നു. ഒരു ഭാഗത്ത് പ്രാർത്ഥനയും മറുഭാഗത്ത് അതിൻ്റെ പരിണിതിയും ഉണ്ട്. ഇതിങ്ങനെ പറഞ്ഞു തന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹാതിരേകമാകുന്നു. എന്നാൽ ലോകം ഇതേക്കുറിച്ച് അജ്ഞരും ബോധമില്ലാത്തവരുമാണ്. അതിൽ നിന്ന് അകന്നത് കാരണം നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ള മുത്തഖീങ്ങളുടെ സവിശേഷതകളെ സാധാരണ ഗുണങ്ങളുമായി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ തൻ്റെ സന്മാർഗത്തിനുള്ള കർമ്മരേഖയാക്കുമ്പോൾ അയാൾ സന്മാർഗത്തിൻ്റെ, അതായത് ഹുദല്ലിൽ മുത്തഖീൻ എന്നതിൻ്റെ ലക്ഷ്യമായ ഉന്നത തലങ്ങളും പദവികളും കരസ്ഥമാക്കുന്നു. വിശുദ്ധ ഖുർആന്റെ
ഈ ലക്ഷ്യത്തെപ്പറ്റിയുള്ള ചിന്ത തന്നെ അനിർവചനീയമായ ഒരു ആനന്ദവും സന്തോഷവുമാണ് നൽകുന്നത്. കാരണം ഇതിലൂടെ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹവും വിശുദ്ധ ഖുർആന്റെ മേന്മയും വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം സമ്പൂർണ്ണമാണെന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, കാലഘട്ടത്തിൻ്റെ ആവശ്യം അഥവാ തേട്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിനുള്ള ഒരു തെളിവാകുന്നു. അതിൻ്റെ പരിണിതി അൽ യൗമ അക്മൽതു ലക്കും എന്നതിൽ പറയുന്നു. അതായത് അക്കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ അവസ്ഥകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിനുള്ള തെളിവാകുന്നു. കാരണം ആ സമയത്ത് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പരിണിതി എന്തായിരുന്നു? അധ്യാപനം എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്? അതാണ് അൽ യൗമ അക്മൽതു ലക്കും എന്നതിൽ പറയുന്നു. ഇത് ഒരു തരത്തിൽ പ്രവാചകത്വ കവാടത്തിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമാകുന്നു. അക്മൽ പൂർത്തീകരിക്കുക എന്നാൽ സൂറത്തുകൾ ഇറക്കി എന്നത് മാത്രമല്ല, മറിച്ച് മനസ്സിനെ സമ്പൂർണവും പരിശുദ്ധവുമാക്കി എന്നതും കൂടിയാണ്. വിശുദ്ധ ഖുർആനെ ഇറക്കുകയും അധ്യാപനം നൽകുകയും ഗ്രന്ഥം നൽകുകയും ചെയ്യുന്നത് മാത്രമല്ല മേന്മ, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളെയും സമ്പൂർണമാക്കുകയുണ്ടായി. അതനുസരിച്ച് കർമ്മം ചെയ്യുന്നവനെ സമ്പൂർണ്ണ മനുഷ്യനാക്കി അവരുടെ ഹൃദയങ്ങളെ വിമലീകരിക്കുകയും ചെയ്തു. പറയുന്നു, മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മനുഷ്യനും പിന്നെ അതിനുശേഷം ബുദ്ധിയും ധാർമ്മികതയുമുള്ള മനുഷ്യനും തുടർന്ന് ദൈവികരായ മനുഷ്യരും ആക്കി മാറ്റി. മനസ്സുകളെ പരിശുദ്ധീകരിക്കുകയും പരിശുദ്ധ മനസ്സുകളെ പരിപൂർണമാക്കുകയും ആത്മാവിൻ്റെ സംസ്കൃതിക്കുള്ള പടവുകൾ കയറ്റുകയും ചെയ്തു. മനുഷ്യന് സംസ്കാരത്തിൻ്റെയും ഉന്നത പദവികൾ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിനെ പരിശുദ്ധമാക്കാനുള്ള ഉന്നതമായ പാഠങ്ങൾ നൽകുകയും അതിനെ പാരമ്യതയിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവിക ഗ്രന്ഥത്തെയും പൂർത്തിയാക്കുകയും സമ്പൂർത്തീകരിക്കുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു സത്യവും സത്യസാക്ഷ്യവും ഇല്ല തന്നെ. ഞാൻ അഗ്നിഹോത്രിയോട്, അതായത് ഹിന്ദുക്കളുടെ ഒരു മതപരമായ വിഭാഗത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ആദ്യം ഒരു വിഭാഗത്തിൻ്റെ ആളായിരുന്നു. പിന്നെ സ്വന്തമായി ഒരു സംഘടന ഉണ്ടാക്കി. ഇയാളുമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നിരവധി സംവാദം നടത്തിയിട്ടുണ്ട്. പറഞ്ഞു, വിശുദ്ധ ഖുർആനിലില്ലാത്ത എന്തെങ്കിലും സത്യത്തെക്കുറിച്ച് പറഞ്ഞു തരിക. പക്ഷേ അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഞാൻ ബൈബിൾ വെച്ച് നോക്കിയ കാലവും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ അഭിമാനം കൊള്ളുന്ന സത്യങ്ങളെല്ലാം സ്ഥായിയായ നിലയിൽ വളരെയേറെ സമ്പൂർണ്ണ തലത്തിൽ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധയില്ല. അവർ വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നില്ല. അവരുടെ മനസ്സിൽ അതേക്കുറിച്ച് മഹത്വവുമില്ല. വാസ്തവത്തിൽ മറ്റാർക്കും ഇതിന് സമാനമായത് സമർപ്പിക്കാനില്ലാത്ത വിധം അഭിമാനാർഹമായ ഒരു സ്ഥാനമാകുന്നു. പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ പരിശുദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട്, ഗ്രന്ഥം സമ്പൂർത്തീകരിച്ചിരിക്കുന്നു. പരിപൂർണമായ ന്യായപ്രമാണം നിങ്ങൾക്ക് ഇറക്കിത്തന്നു. പറയുന്നു, ഈ ആയത്ത് ഇറങ്ങിയത് ജുമാ ദിവസമായിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദി പറഞ്ഞു, ഞങ്ങളാണെങ്കിൽ ഇത്തരം ആയത്ത് അവതരിച്ച ദിവസം ഈദ് ആക്കിയേനെ. ഇത്രയും പൂർണ്ണവും പ്രഭാവിതവുമായ ആയത്ത് അവതരിച്ച ദിവസം സന്തോഷത്താൽ ഈദാക്കേണ്ടതായിരുന്നു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, ജുമാ ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ജുമാ ഈദ് തന്നെയാണ്. അതായത് നിരവധി ആളുകൾ ഈ ഈദിനെ സംബന്ധിച്ച് അജ്ഞരാകുന്നു. മറ്റ് ഈദുകൾക്ക് വസ്ത്രങ്ങൾ മാറുന്നു. ഈ ഈദിന് പരിഗണന നൽകുന്നില്ല. മുഷിഞ്ഞ വസ്ത്രത്തിൽ വരുന്നു. ജുമാ അനുഷ്ഠിക്കേണ്ടത് എത്രമാത്രം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ വീക്ഷണത്തിൽ ഈ ഈദ് മറ്റ് ഈദുകളെക്കാളും ശ്രേഷ്ഠമാകുന്നു. അതായത് ജുമാ ദിവസവും ജുമായിൽ പങ്കെടുക്കാൻ പ്രത്യേകം ഒരുങ്ങണം. വർഷത്തിൽ ഒരു തവണ മാത്രം ഈദ് അനുഷ്ഠിച്ചാൽ പോരാ. ഈ ഈദിനെ പറ്റിയാണ് സൂറ ജുമാ ഉള്ളത്. അതിനുവേണ്ടി നമസ്കാരം കസറാക്കുന്നു. ജുമാ ദിവസത്തിൽ അസർ നേരത്ത് ആദം ജനിച്ചു. ആദ്യ മനുഷ്യൻ ജുമാ ദിവസമാണ് ജനിച്ചത്.
ഇത് ആദിമ മനുഷ്യൻ വെള്ളിയാഴ്ചയാണ് ജനിച്ചത് എന്നതിനും വിശുദ്ധ ഖുർആൻ പൂർത്തിയായത് ഈ ദിവസം തന്നെയാണ് എന്നതിനും തെളിവ് നൽകുന്നു. വിശുദ്ധ ഖുർആൻ ഹദീസുകൾക്ക് മേൽ വിധികർത്താവാണെന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കുമിടയിലുള്ള മറ്റൊരു വലിയ അബദ്ധം എന്തെന്നാൽ അവർ ഹദീസുകൾക്ക് വിശുദ്ധ ഖുർആനേക്കാളും മുൻഗണന നൽകുന്നു. വാസ്തവത്തിൽ ഇത് തെറ്റാകുന്നു. വിശുദ്ധ ഖുർആൻ ഒരു ദൃഢബോധ്യമുള്ള തലത്തിലാണ് ഉള്ളത്. ഹദീസിന്റെ അവസ്ഥ ഊഹത്തിൽ അധിഷ്ഠിതമാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ഒരു ഉറച്ച ദൃഢമായ പാഠമാണ്. എന്നാൽ ഹദീസുകൾ നമുക്ക് ദൃഢമായതാണെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ നിരവധി നിവേദനങ്ങൾ പിന്നീട് സ്വരുക്കൂട്ടിയവയാണ്. പറയുന്നു, ഹദീസ് വിധികർത്താവല്ല, മറിച്ച് ഖുർആൻ അതിനുമേൽ കാദിയാകുന്നു. തീരുമാനമെടുക്കേണ്ടത് ഖുർആനാണ്. ഹദീസ് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാകാം. നിരവധി ഹദീസുകളിൽ ആയത്തുകളുടെ വിശദീകരണം കണ്ടെത്താനും കഴിയും. അതിനെ അതിൻ്റെ തലത്തിൽ തന്നെ വെക്കേണ്ടതാണ്. ഹദീസുകൾ വിശുദ്ധ ഖുർആന്റെ എതിരല്ലാത്തതും അനുയോജ്യവുമായ തലം വരെ അംഗീകരിക്കാവുന്നതാണ്. എന്നാൽ അതിനെതിരാണെങ്കിൽ അത് ഹദീസല്ല, മറിച്ച് തിരസ്കരിക്കേണ്ട വാക്കുകളാകുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസ് അനിവാര്യവുമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഹദീസുകളിലൂടെ പല ആയത്തുകളുടെയും വിശദീകരണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉന്നത സഹാബാക്കളുടെ നിവേദനവുമുണ്ട്. അവയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഹദീസ് വിശുദ്ധ ഖുർആന് എതിരാകാൻ പാടില്ലെന്ന് ഓർക്കേണ്ടതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആൻ ദൈവിക കൽപ്പനകളായി അവതരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കർമ്മരൂപത്തിൽ ചെയ്തു കാണിച്ചു, ചെയ്യിപ്പിച്ചു, ഒരു മാതൃക സ്ഥാപിച്ചു. ഈ മാതൃക ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം മനസ്സിലാകുമായിരുന്നില്ല. പക്ഷെ അടിസ്ഥാനം ഖുർആനായിരുന്നു. കശ്ഫുള്ള ചില ആളുകൾ ഹദീസിൽ നിന്ന് നേരിട്ട് മറ്റുള്ളവർക്ക് അറിവില്ലാത്ത പല ഹദീസുകളും കേൾക്കുന്നു. അതല്ലെങ്കിൽ അത് നിലവിലുള്ള ഹദീസുകളെ സ്വാധീകരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം എഴുതുന്നു, ഞാനും പല ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഭാഷാ ചാതുരിയെക്കുറിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ശൈലി അഗാധമായ വാചാലവും സന്തുലിതവുമാണ്. അതിലോലവും സൗമ്യവും ശക്തവുമാണ്. തീഷ്ണമായ വിമർശകനും അറബി രചനയിൽ നല്ല അവഗാഹവുമുള്ള ഇസ്ലാമിൻ്റെ എതിരാളിയോട് ഒരു ഭരണാധികാരി 20 വർഷത്തിനുള്ളിൽ വിശുദ്ധ ഖുർആനെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഏതാനും വരികൾ മാത്രമെടുത്ത് അതിന് തുല്യമായി അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായത് ഖുർആനിലേതുപോലെ തൻ്റെ വാചകങ്ങൾ അതീവ ഗഹന തത്വങ്ങൾ നിറഞ്ഞ തരത്തിൽ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയും അതല്ലെങ്കിൽ വധശിക്ഷയാണെന്ന് പറയുകയും ചെയ്താലും കഠിനമായ എതിർപ്പും അപമാന ഭയവും മരണഭയവും ഒക്കെ ഉണ്ടായിട്ടും അയാൾ അതിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഒരിക്കലും തത്തുല്യമായി സമർപ്പിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. ഇനി അയാൾ ലോകം മുഴുവനുമുള്ള നൂറുകണക്കിന് ഭാഷാപടുക്കളെയും എഴുത്തുകാരെയും സഹായത്തിനായി വിളിച്ചുകൂട്ടിയാലും ശരി. ഒരു ഭാഗത്ത് ഭയവും 20 വർഷത്തെ കാലാവധിയും ഭരണാധികാരി നൽകിയിട്ടും വിശുദ്ധ ഖുർആനെ പോലെയോ ഏതാനും ആയത്തുകൾക്ക് സമാനമായോ അതല്ലെങ്കിൽ ഏതാനും വരികളെങ്കിലും ഉണ്ടാക്കാനോ അയാൾക്ക് സാധ്യമല്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ മേന്മയും ഭാഷാ ശൈലിയും. പറയുന്നു, ഇതൊരു സാങ്കല്പികമോ അനുമാനമോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലം മുതൽ അങ്ങനെയൊന്ന് കൊണ്ടുവരാൻ ലോകത്തിനു മുന്നിൽ വെല്ലുവിളിച്ചതാണ്. ഇന്നും ഇസ്ലാമിൻ്റെ പല എതിരാളികളും അതിന് സമാനമായത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും തങ്ങൾ തത്തുല്യമായത് കാണിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ശൈലിക്കും വാചാലതയ്ക്കും സമീപമെത്താൻ പോലും സാധ്യമല്ല. വാദങ്ങൾ മാത്രമാണുള്ളത്. അതേപോലെ തന്നെയാണ് വാക്ചാതുരിയുടെയും ഉച്ചാരണത്തിൻ്റെയും കാര്യവും. വാക്കുകളുടെ ക്രമമാണെങ്കിൽ ഉദാഹരണമായി സൂറ ഫാത്തിഹയിൽ മാറ്റം വരുത്തി നിലവിലെ ശ്രേണിയിലെ ഉന്നതമായ അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും മറ്റൊരു വിധത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല.
വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും അധ്യായം എടുക്കുക, അത് ഖുൽ ഹുവല്ലാഹു അഹദ് ആണെങ്കിലും ശരി, അതിൽ വിവരിച്ച സൗമ്യവും മനോഹരവുമായ ആഖ്യാന ശൈലിയെയും പരിഗണിച്ചുകൊണ്ട് അതിലുള്ള ജ്ഞാനങ്ങളും യാഥാർത്ഥ്യങ്ങളും മറ്റാർക്കും വിവരിക്കാൻ കഴിയില്ല. അതും വിശുദ്ധ ഖുർആന്റെ മാത്രം മേന്മയാകുന്നു. ചില ബുദ്ധിശൂന്യരായ ആളുകൾ വിശുദ്ധ ഖുർആന്റെ സമാനതകളില്ലാത്ത സ്വഭാവം കാണുമ്പോൾ മക്കാമാത്തെ ഹരീരിയെയും സഭാ മോലക്കയെയും ഇവ രണ്ടും ഗ്രന്ഥങ്ങളാണ്, സമാനതയും തുല്യതയും ഇല്ലാത്തതാണെന്നും വളരെ ഉന്നതമായ ഗ്രന്ഥങ്ങളാണെന്നും അവയ്ക്ക് സമാനമായത് ഇല്ലെന്നും പറയുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ അതുല്യ സ്ഥാനത്തെ എതിർക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഹരീരിയുടെ രചയിതാവ് ഒരിക്കലും തൻ്റെ ഗ്രന്ഥം സമാനതയില്ലാത്ത രചനയാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, ഹരീരി വിശുദ്ധ ഖുർആന്റെ അത്ഭുതാവഹമായ മേന്മയെ അംഗീകരിച്ച ആളാകുന്നു. മാത്രമല്ല, വിമർശകർ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും അവഗണിക്കുകയും കേവലം വാക്കുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. മേൽഗ്രന്ഥങ്ങൾ സത്യത്തിൽ നിന്നും യുക്തിയിൽ നിന്നും ഒഴിഞ്ഞവയാണ്. അത്ഭുതത്തിന്റെ മികവും അടിസ്ഥാനവും അതെല്ലാ വശങ്ങളും കണക്കിലെടുക്കുന്നു എന്നുള്ളതിലാണ്. വാക്ചാതുരിയും ശൈലിയും കൈയൊഴിയാൻ പാടില്ല, എന്നാൽ സത്യവും യുക്തിയും ഒഴിവാക്കാനും പാടില്ല. ഈ അത്ഭുതം വിശുദ്ധ ഖുർആനിൽ മാത്രമാണുള്ളത്. അതിൽ വാക്ചാതുരിയും ശൈലീ ഭംഗിയും സത്യവും യുക്തിയും എല്ലാം ഉണ്ട്. അത് സൂര്യസമാനം പ്രകാശിതമാകുന്നു, എല്ലാ നിലയ്ക്കും അത്ഭുതം കാണിക്കാനുള്ള ശക്തിയുള്ളതുമാകുന്നു. വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആന്റെ വാക്ചാതുര്യവും ശൈലീപരമായ മേന്മയും അതിൻ്റെ അത്ഭുതകരമായ സ്വഭാവത്തെയും വെല്ലുവിളിക്കാനുള്ള ശ്രമത്തിൽ പാദ്രി ഫണ്ടർ ഒരിക്കൽ ഹരീരിയുടെയും അബുൽ ഫസലിൻ്റെയും മറ്റ് ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളുടെയും വിവിധ ഭാഗങ്ങൾ സമർപ്പിച്ചു. ഇത് വളരെ കാലം മുമ്പുള്ള കാര്യമാണ്. ആ സമയത്തും അയാൾ കളവാണ് പറയുന്നതെന്ന് നമുക്കുറപ്പായിരുന്നു. കാരണം ഈ രചയിതാക്കളൊന്നും തന്നെ തങ്ങളുടെ രചനകൾ സമാനതകളില്ലാത്തതാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മറിച്ച് അവർ എപ്പോഴും തങ്ങളുടെ കഴിവില്ലായ്മയും സമ്മതിക്കുകയും വിശുദ്ധ ഖുർആനെ സ്തുതിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, അവരുടെ ഗ്രന്ഥങ്ങളിൽ അർത്ഥം വാക്കുകളുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് പരസ്പരം കോർത്തിണക്കിയ വാക്കുകൾ മാത്രമാണ്. പ്രാസമൊപ്പിക്കാൻ ഒരു വാക്കിന് സമാനമായ മറ്റൊരു വാക്ക് തേടിപ്പിടിച്ചിരിക്കുന്നു. അതിൽ ജ്ഞാനവും യുക്തിയും പരിഗണിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ സത്യത്തെയും യുക്തിയെയും ഒരിക്കലും ഒഴിവാക്കുന്നില്ല. കേവലം വാക്കുകൾ ചേർത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, അങ്ങനെ അതിൽ ഭംഗി ഉണ്ടാക്കുകയുമല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ സത്യത്തിൻ്റെയും യുക്തിയുടെയും കാര്യങ്ങൾ പ്രാസമൊപ്പിച്ച് ശരിയായി അവതരിപ്പിക്കുക എന്നത് ദൈവിക സഹായത്താൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അതായത് സത്യവും യുക്തിയും അതോടൊപ്പം പ്രാസവും ശരിയാക്കുക എന്നതാണ് യഥാർത്ഥ കാര്യം. അപ്പോഴാണ് അത് ദൈവിക സഹായമാണെന്ന് മനസ്സിലാകുന്നത്. അല്ലാത്ത പക്ഷം മനുഷ്യന്റെ വാക്കുകൾ ഹരീരിയുടെയും മറ്റും പോലെയാകുന്നു. തഫ്സീർ ഇജാസുൽ മസീനെ പറ്റി പരാമർശിക്കുകയായിരുന്നു. എതിരാളികളിൽ ആർക്കും തന്നെ അതിനെ എതിർക്കാൻ കഴിവ് നൽകിയില്ല. ഒരു മജ്ലിസിൽ തഫ്സീറിനെ പറ്റി ചർച്ച നടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണെന്നതിന് രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു മത്സരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തി, അതായത് എതിരാളികൾക്ക് അതിനെ എതിർക്കാൻ അവസരം തന്നെ നൽകിയിട്ടില്ല. രണ്ടാമത്തെ വീക്ഷണം, അതാണ് ഏറെ ശരിയും സത്യസന്ധവും ഉറപ്പുള്ളതുമായ വീക്ഷണം. എൻ്റെ വീക്ഷണവും അതുതന്നെയാണ്. അതായത് ശത്രുക്കൾക്ക് മത്സരിക്കാൻ പോലും കഴിവില്ലായിരുന്നു. വാസ്തവത്തിൽ അവരുടെ അറിവും യുക്തിയും അവർക്ക് വിനഷ്ടമായി. വിശുദ്ധ ഖുർആന്റെ അത്ഭുതം നമ്മുടെ ഖുർആൻ തഫ്സീറിന്റെ വിഷയത്തിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാവുന്നതാണ്. മഹാപണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ആത്മാഭിമാനം ഉണർത്താനുള്ള പല വാക്കുകളും വിളംബരത്തിൽ ഞാൻ എഴുതുകയും ചെയ്തു. പക്ഷേ അതിനെ നേരിടാൻ ആർക്കും കഴിഞ്ഞില്ല. ആയതിനാൽ ആ മഹാത്മാവിന്റെ ഗ്രന്ഥങ്ങൾ ഈ വീക്ഷണത്തിലും വിശുദ്ധ ഖുർആന്റെ മനസ്സിലാക്കുന്നതിനും നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ്. മറ്റൊരു സന്ദർഭത്തിൽ ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന് നൽകപ്പെട്ട മൂജിസ ഉന്നത തലത്തിലുള്ള അധ്യാപനവും
സാംസ്കാരിക തത്വങ്ങളുമാകുന്നു. അതിൻ്റെ വാക്ചാതുരിയെയും സാഹിത്യ ഭംഗിയെയും ആർക്കും എതിർക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെയാണ് അദൃശ്യ കാര്യങ്ങളുടെയും പ്രവചനങ്ങളുടെയും കാര്യത്തിലുമുള്ളത്. ഇക്കാലഘട്ടത്തിലെ ജാലവിദ്യക്കാരന് പോലും അത്തരം വാദമുന്നയിക്കാൻ സാധ്യമല്ല. അങ്ങനെ അള്ളാഹു നമ്മുടെ അധ്യാപനങ്ങൾക്ക് ഒരു വ്യതിരിക്തത നൽകിയിരിക്കുന്നു. മറ്റൊരാൾക്കും അതേപ്പറ്റി ന്യായപൂർത്തി വന്നില്ലെന്ന ഉപായം പറയാൻ സാധ്യമല്ല. അങ്ങനെ അള്ളാഹു തൻ്റെ അടയാളങ്ങൾ വ്യക്തമായ നിലയിൽ കാണിച്ചു തന്നു. അതേപ്പറ്റി യാതൊരു സന്ദേഹത്തിനും സംശയത്തിനും ഇടയില്ല. വിശുദ്ധ ഖുർആന്റെ വാക്ചാതുരിയെപ്പറ്റി പറയുന്നു. ജനങ്ങളുടെ വാക്ചാതുരിയും ശൈലീ ഭംഗിയും കേവലം വാക്കുകൾക്ക് വിധേയമാണ്. അതിൽ പ്രാസമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു അറബി എഴുതുന്നു, സാഫർതു ഇലാ റൂമ വ അന അല ഹമരിൻ മാലൂം. ഞാൻ റോമിലേക്ക് പുറപ്പെട്ടു. ഞാൻ സവാരി ചെയ്തിരുന്ന ഒട്ടകത്തിന്റെ മൂത്രം അടഞ്ഞുപോയിരുന്നു. ഈ വാക്കുകൾ കേവലം പ്രാസമൊപ്പിക്കാനാണ് എഴുതിയത്. വിശുദ്ധ ഖുർആന്റെ അത്ഭുതം എന്തെന്നാൽ അതിലെല്ലാ വാക്കുകളും മുത്തുമാല പോലെ കോർത്തിണക്കി വെച്ചിരിക്കുന്നു. അത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സ്ഥാനം മാറ്റിവെക്കാൻ കഴിയില്ല. അതിന് പകരം വാക്കുകളും മാറ്റാൻ സാധ്യമല്ല. ഇതെല്ലാമായിട്ടും അതിൽ പ്രാസവും വാക്ചാതുരിയും ശൈലീഭംഗിയും തികവാർന്ന നിലയിൽ ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ വാക്ചാതുരിയെയും ശൈലീഭംഗിയെയും കുറിച്ച് അദ്ദേഹം പറയുന്നു, ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും വാസ്തവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ അഭൗമിക ദൃഷ്ടാന്തങ്ങളാകുന്നു. പ്രസ്തുത പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആന്റെ തന്നെ പ്രവചനങ്ങളാണ്. കാരണം അതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ പിന്തുടർച്ചയും വിശുദ്ധ ഖുർആന്റെ പാഠങ്ങളുടെ ഫലവുമാകുന്നു. ഇപ്പോൾ മറ്റൊരു മദാനിയായിക്കും അത്തരം പ്രവചനങ്ങൾ ചെയ്യാനും അഭൗമിക ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ട് ഈ നിലയ്ക്ക് വിശുദ്ധ ഖുർആന്റെ മൂജിസത്തുകൾ മറ്റ് ഗ്രന്ഥങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെക്കാൾ മികച്ചതാകുന്നു. അദ്ദേഹത്തിന്റെ മസീഹ് അലി ഇസ്ലാമിന്റെ മൂജിസകളും വിശുദ്ധ ഖുർആൻ കാരണമായിട്ടുള്ളതാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുന്നത് മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, വാക്ചാതുരിയുടെയും ശൈലീ ഭംഗിയുടെയും മറ്റൊരു വശം എത്രമാത്രം ഉന്നതമാണെന്നാൽ അത് സർവാംഗീകൃതവും നീതിബോധമുള്ള എതിരാളിയെപ്പോലും അംഗീകരിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആൻ ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് വെല്ലുവിളിക്കുന്നു. ഇന്നേ വരെ ആർക്കും തന്നെ അതിന് സമാനമായത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള ഒരു അധ്യായം കൊണ്ടുവരൂ എന്നത് വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിയാകുന്നു. അറബികൾ വാക്ചാതുരിയോടെ ശൈലീഭംഗിയിൽ സംസാരിച്ചിരുന്നു. പ്രത്യേക അവസരങ്ങളിൽ വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ തങ്ങളുടെ കവിതകൾ കേൾപ്പിച്ചിരുന്നു. അവയും വിശുദ്ധ ഖുർആന് മുന്നിൽ പരാജിതമായി. ഇനി വിശുദ്ധ ഖുർആനിൽ കേവലം വാക്കുകളെ പിന്തുണച്ചുകൊണ്ടുള്ള വാക്ചാതുരിയും ശൈലിയും മാത്രമല്ല ഉള്ളത്. പിന്നെ അർത്ഥം അതിനെ പിന്തുടരുകയല്ല ചെയ്യുന്നത്. അർത്ഥവും ആശയവും ഇല്ലാതെ വാക്കുകളെ പിന്തുടരുന്നില്ല. മറിച്ച് ഉന്നതമായ വാചകങ്ങൾ ഏറ്റവും അത്ഭുതാവഹമായി അതിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ അഭൗമിക ജ്ഞാനങ്ങൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ഇങ്ങനെ ദിവ്യജ്ഞാനങ്ങൾ വിവരിക്കാനും വാക്ചാതുരിയോടെ ശൈലീഭംഗിയെ അവതരിപ്പിക്കാനും സാധ്യമല്ല. മറ്റൊരിടത്ത് പറയുന്നു, അള്ളാഹു പറയുകയാണ്, യത്ലു സൂഫ മുതഹ്ഹറ ഫീഹ കുതുബുൻ ഖയ്യിമ. അതായത് അവർക്ക് വായിച്ചു കൊടുക്കുന്ന ഗ്രന്ഥത്തിൽ ദിവ്യജ്ഞാനങ്ങൾ അടങ്ങിയിരിക്കുന്നു. എഴുത്തുകാർക്ക് രചനയിൽ പരിശുദ്ധ അധ്യാപനത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ശ്രദ്ധിക്കാൻ പ്രയാസമാണെന്നറിയാം. എന്നിരിക്കെ ദുർഗുണങ്ങളെ അകറ്റുന്ന സ്വാധീനവും ആകർഷണീയവുമായ അധ്യാപനം കാണിച്ചു തരികയും അവയുടെ സ്ഥാനത്ത് ഉന്നതമായ ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് എത്രമാത്രം ദുഷ്കരമാണ്. അറബികളുടെ അവസ്ഥ ആരിൽ നിന്നും ഗോപ്യമല്ല. അവരെല്ലാത്തരം ന്യൂനതകളുടെയും തിന്മകളുടെയും കേദാരമായിരുന്നു. നൂറ്റാണ്ടുകളായി അവരുടെ അവസ്ഥ മോശമായിരുന്നു. പക്ഷേ തിരുനബിയുടെ അനുഗ്രഹാശിസുകളിലെ ശക്തിപ്രഭാവം കാരണം 23 വർഷങ്ങൾക്കകം തന്നെ രാജ്യത്തിൻ്റെ അവസ്ഥ അടിമുടി മാറി.
അത് അധ്യാപനത്തിൻ്റെ സ്വാധീനപരമായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ഒരു ചെറിയ വചനമെടുത്തു നോക്കിയാൽ പോലും അറിയാം, അതിൽ വാക്ചാതുരിയും ശൈലീഭംഗിയും അതോടൊപ്പം അധ്യാപനത്തിൻ്റെ തനതായ മേന്മയും തികവും നിറഞ്ഞിരിക്കുന്നു. സൂറ ഇഖ്ലാസ് തന്നെ നോക്കുക, തൗഹീദിൻ്റെ എല്ലാ വശങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ചെറിയ സൂറത്താണ്, പക്ഷേ തൗഹീദിൻ്റെ വിഷയവും വിവരിച്ചിരിക്കുന്നു. അതിൽ മറ്റെല്ലാവിധ ശിർക്കുകളെയും നിരാകരിച്ചിരിക്കുന്നു. അതുപോലെ സൂറ ഫാത്തിഹ നോക്കുക, എത്രമാത്രം അത്ഭുതകരമാണ്. ചെറിയ സൂറത്താണ്, 7 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വാസ്തവത്തിൽ മുഴുവൻ വിശുദ്ധ ഖുർആന്റെ മേന്മയും രത്നച്ചുരുക്കവും ഉള്ളടക്കവുമാണത്. ഇതിൽ ദൈവാസ്തിക്യം, പ്രാർത്ഥനയുടെ ആവശ്യകത, അത് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങൾ, മാർഗങ്ങൾ, പ്രയോജനപ്രദമായ ദുആകളുടെ മാർഗങ്ങൾ, നഷ്ടമുണ്ടാക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദർശനങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നു. ലോകത്തുള്ള പൊയ് മതങ്ങളുടെ ഖണ്ഡനവും ഇതിലുണ്ട്. ഈ ചെറിയ സൂറ ഫാത്തിഹയിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അധികം ഗ്രന്ഥങ്ങളും മതവക്താക്കളും മറ്റ് മതങ്ങളുടെ കുറവുകളും തിന്മകളും വിവരിക്കുന്നു, മറ്റ് അധ്യാപനങ്ങളെ വിമർശിക്കുന്നു. എന്നാൽ വിമർശിക്കുന്നതോടൊപ്പം മതവക്താക്കൾ അതിന് പകരം മേന്മയുള്ള അധ്യാപനങ്ങൾ സമർപ്പിക്കുന്നേയില്ല. ഇന്ന തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് പകരം താൻ മേന്മയുള്ള പാഠങ്ങൾ നൽകാമെന്ന് പറയുന്നില്ല. ഇത് ഒരു മതത്തിലും കാണാൻ കഴിയില്ല. ഈ മേന്മ വിശുദ്ധ ഖുർആന് മാത്രമേ ഉള്ളൂ. അത് പൊയ് മതങ്ങളെ നിരാകരിക്കുകയും അവയുടെ തെറ്റായ പാഠങ്ങളെ തുറന്നു കാണിക്കുകയും അതോടൊപ്പം ശരിയായ അധ്യാപനം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ മനോഹാരിതയെ ഇക്കാലഘട്ടത്തിലെ നാമമാത്രരായ വിദ്യാസമ്പന്നർക്ക് പോലും നിഷേധിക്കാൻ സാധ്യമല്ല. ഒരുപാട് സന്ദർഭങ്ങളിൽ അന്യർക്ക് മുന്നിൽ എന്തെങ്കിലും കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന പരിഹാരം വെച്ചാൽ അവർ അത് അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ മേന്മകൾ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന ഗ്രന്ഥമാണ്. പറയുന്നു, ചില വിവരദോഷികൾ പറയാറുണ്ട്, വിശുദ്ധ ഖുർആന് നമുക്ക് മനസ്സിലാകുന്നില്ല, അത് വളരെ പ്രയാസമുള്ള തലത്തിലായതിനാൽ അതിലേക്ക് ശ്രദ്ധിക്കുക തന്നെ വേണ്ട. അത് അവരുടെ അബദ്ധമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രയാസമാണെന്നും മനസ്സിലാകുന്നില്ലെന്നും അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതില്ലെന്നും ഒഴികഴിവ് പറയുകയാണ്. അതുകൊണ്ട് വായിച്ചാൽ മാത്രം മതി എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. പറയുന്നു, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസ കാര്യങ്ങൾ അനന്യവും അനുപമവുമാകുന്നു. അതിൻ്റെ തെളിവുകൾ ഹൃദയത്തിൽ പ്രഭാവമുണ്ടാക്കുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾ വളരെ തുറന്നു പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വളരെയേറെ സാഹിത്യപൂർണമാകുന്നു. അത് അറേബ്യയിലെ നാട്ടിൻപുറത്തുകാർക്ക്, അതായത് തികച്ചും നിരക്ഷർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിരിക്കെ ഇന്ന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ആ നിരക്ഷരായ ആളുകൾ ഗ്രാമീണവാസികളും തികച്ചും വിദ്യാഹീനരുമായിരുന്നു, മറിച്ച് മനുഷ്യത്വത്തിൽ നിന്നും താഴേക്കിടയിലുള്ളവരുമായിരുന്നു. അവരെ അത് ദൈവികരാക്കി മാറ്റി. എന്നിരിക്കെ ഇന്ന് ഭൂരിപക്ഷം ആളുകളും വിദ്യാസമ്പന്നരാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല? ചൊവ്വായതും സത്യമായതും ഏറെ സരളവുമായ സമ്പാദനമാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. അതിൽ സങ്കീർണതകൾ ഒന്നുമില്ല. ഒരു ചൊവ്വായ മാർഗമാണത്. അതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആനെ ചിന്തിച്ച് പഠിക്കേണ്ടതാണ്. അതിൻ്റെ വിധിവിലക്കുകളെ വെവ്വേറെ മനസ്സിലാക്കി വയ്ക്കുക. അതിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കുക. വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ ഒരാൾക്ക് തൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുന്നതാണ്. വളരെ എളുപ്പമുള്ള മാർഗമാണിത്. ചെയ്യാൻ പറഞ്ഞ കൽപ്പനകൾ വളരെ വ്യക്തമായി കാണപ്പെടുന്നതാണ്. അത് പ്രാവർത്തികമാക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യുക. അത് മുഖേന അള്ളാഹു സന്തുഷ്ടനാകുന്നതാണ്. താർക്കികന്മാരും തത്വശാസ്ത്രിമാരും ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക പദങ്ങൾ അധികവും കാലിടറാൻ കാരണമാണ്. കാരണം അവയിൽ
സങ്കീർണതകളും പ്രയാസങ്ങളുമാണുള്ളത്. താർക്കികരെയും തത്വശാസ്ത്രിമാരെയും പിന്തുടരാൻ പാടില്ല. അവർ ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതികത്വവും വിശുദ്ധ ഖുർആനെ പ്രയാസകരമാക്കി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാല് ഇടറുന്നത്, ഒന്നും മനസ്സിലാകുന്നതല്ല. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താർക്കികന്മാരും തത്വചിന്തകന്മാരും നാമമാത്ര പണ്ഡിതന്മാർ മുഖേനയുമാണ് സംഭവിച്ചത്. ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. അയാൾ നല്ല ഉദ്ദേശത്തോടെ എഴുതിയതാകാം. അയാളുടെ വാക്കുകൾ ശരിയല്ല. എഴുതുന്നു, അബ്ദുൽ ഖാദർ ജീലാനി സമ്പൂർണനായ വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹത്തിന് നുസൂൽ ഇല്ലായിരുന്നു, സുഊദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്ന്, അതായത് അള്ളാഹുവിൽ നിന്ന് ഇൽഹാമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ദുആകൾ സ്വീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിലൂടെ കറാമത്തുകൾ ഉണ്ടായി. നുസൂൽ പൂർണ്ണമായിരുന്നുവെങ്കിൽ കറാമത്ത് ഉണ്ടാകുമായിരുന്നില്ലത്രേ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഈ വാക്കുകൾ ഖുർആനും ഹദീസിനും തികച്ചും എതിരാണ്. വാസ്തവത്തിൽ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിൻ്റെ പരിപൂർണദാസനായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി മുജിസുകളുടെ കാര്യത്തിൽ ആക്ഷേപം ഉണ്ടാകാമെങ്കിൽ പ്രസ്തുത ആക്ഷേപം എല്ലാ പ്രവാചകന്മാർക്കും ബാധകമാണ്. എന്നാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അതിശയോക്തി കലർത്തി കറാമത്തുകൾ പറയുന്നു, പൊടിപ്പുന്നെങ്കിലും ചേർക്കുന്നു. ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെപ്പറ്റി പറയുന്നത് തെറ്റാണ്. മോചിസത്ത് ഉണ്ടാകുന്നു. അവ പ്രകൃതി നിയമത്തിനും ശരീഅത്തിനും വിധേയമായി സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രവാചകന്മാർ മുഖേനയും ഉണ്ടായി. അതുതന്നെയാണ് അദ്ദേഹം മുഖേനയും ഉണ്ടായത്. അത് തത്വശാസ്ത്രിമാരുടെ സാങ്കേതിക പദങ്ങളെ പിൻപറ്റിയത് കൊണ്ടാണ് അബദ്ധധാരണ ഉണ്ടായത്. അതിനെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല, മറ്റൊരു ഭാഗം അംഗീകരിക്കുകയും എല്ലാ സീമകളെയും അതിലംഘിക്കുകയും ചെയ്യുന്നു. അംഗീകരിക്കാൻ കഴിയാത്തത് തത്വശാസ്ത്രിമാർ കാരണമാണ്. അംഗീകരിച്ചവരും തെറ്റായ വിശദീകരണം നൽകിയവരെയാണ് പിൻപറ്റിയത്. അതുകൊണ്ട് എപ്പോഴും അവയെ ശരീഅത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമങ്ങളുമായി പ്രവാചകന്മാരുടെ മോചിതത്വങ്ങളുമായും വിശകലനം ചെയ്തു നോക്കുക. പ്രവാചകന്മാരെക്കാളും വലിയ മോചിതത്ത് ആർക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ ദൈവത്തെ കാണിച്ചു തരുന്നു. അതേക്കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു, ഗുണവിശേഷങ്ങളിൽ ന്യൂനതയുള്ളവനും ആത്മാക്കളുടെയോ കണികകളുടെയോ ഉടമസ്ഥനല്ലാത്തതും മോക്ഷം നൽകാനും പശ്ചാത്താപം സ്വീകരിക്കാൻ കൂടിയും കഴിവില്ലാത്തവനുമായ ഒരു ദൈവത്തെ ഖുർആൻ സമർപ്പിച്ചിട്ടില്ല എന്നതിൽ അള്ളാഹുവിന് നന്ദി. മാത്രമല്ല, നമ്മൾ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്രഷ്ടാവും ഉടമസ്ഥനും അന്നദാതാവും നിർബാധം കരുണ ചെയ്യുന്നവനും സ്വാഭാവികം കരുണ ചൊരിയുന്നവനും രക്ഷാശിക്ഷയുടെ നാളിൻ്റെ ഉടമസ്ഥനുമായ ഒരു ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു. തൻ്റെ സത്യം വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം നൽകിയതിൽ വിശ്വാസികൾ അവന് നന്ദി കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ജ്ഞാനനിർഭരവും വിശുദ്ധ ഖുർആന്റെ മഹത്വവും മേന്മയും സംബന്ധിച്ച കാര്യങ്ങളും തുടർന്നും വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഞാൻ ചില മർഹൂമികളെ അനുസ്മരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ ഷഹീദിനെ അനുസ്മരിക്കാനുണ്ട്. അതിനുശേഷം ജനാസയും നമസ്കരിക്കുന്നതാണ്. അതുകൊണ്ട് അതേപ്പറ്റി പറയുന്നതാണ്. നമ്മളെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗ്ലാദേശിൽ ജലസ നടക്കുകയായിരുന്നു. ജൽസയ്ക്കിടയിൽ അക്രമകാരികളും ഉഗ്രവാദികളും ആക്രമണം നടത്തുകയുണ്ടായി. പോലീസും മറ്റ് അധികൃതരും ആദ്യം നിയന്ത്രിക്കാമെന്നും ഒന്നും സംഭവിക്കില്ലെന്നും നിങ്ങൾ ജലസ നടത്തുക എന്നും പറഞ്ഞെങ്കിലും ജനങ്ങൾ കൂട്ടമായി വന്നപ്പോൾ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർക്ക് കൽപ്പന ലഭിച്ചതിന് ശേഷമാണ് ആക്ഷൻ എടുത്തത്.
അപ്പോഴേക്കും പലതും സംഭവിച്ചിരുന്നു. ഏതായാലും ഇതിൽ നമ്മുടെ ഒരു സഹോദരനായ യുവാവ് സാഹിദ് ഹുസൈൻ സാഹിബ് ഷഹീദായി. ഇദ്ദേഹം ബംഗ്ലാദേശിലെ അബൂബക്കർ സാഹിബിൻ്റെ മകനാകുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാഷണൽ അമീർ അബ്ദുൽ അവൽ സാഹിബ് എഴുതുന്നു, സാഹിദ് ഹുസൈൻ മാർച്ച് 23-ന് പഞ്ച്കുള ജില്ലയിൽ അഹമ്മദ് നഗറിൽ നടക്കുന്ന ജൽസയിൽ ഗേറ്റിലും പരിസരത്തും പാറാവ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ശത്രുക്കളുടെ ആക്രമണത്തെ തുടർന്ന് 25-ാമത്തെ വയസ്സിൽ ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം 2019-ലാണ് ബയ്യത്ത് ചെയ്തത്. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വസിയത്തിനുള്ള അപേക്ഷയും സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം അഹ്ലെ ഹദീസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അഹമ്മദിയത്ത് സ്വീകരിച്ച ശേഷം ഷഹീദ് മർഹൂം തൻ്റെ മാതാപിതാക്കൾക്ക് തബ്ലീഗ് ചെയ്തു തുടങ്ങി. അങ്ങനെ 2020-ൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും ബയ്യത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. ബയ്യത്തിന് ശേഷം ഷഹീദ് മർഹൂം എനിക്ക് കൃത്യമായി കത്ത് അയച്ചിരുന്നു. അദ്ദേഹം ബയ്യത്ത് ചെയ്ത സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി മുഹമ്മദ് റഫത്ത് ഹസൻ ബോഗറ പട്ടണത്തിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ BSc ചെയ്യുകയായിരുന്നു. ഈ അഹമ്മദി സുഹൃത്താണ് തബ്ലീഗ് ചെയ്തത്. 2 വർഷം തബ്ലീഗ് ചെയ്തു. ശേഷം അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെടുകയും ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. അവൽ സാഹിബ് എഴുതുന്നു, ജൽസ ആരംഭിച്ചപ്പോൾ തന്നെ മുല്ലാക്കൾ തങ്ങളുടെ കൂട്ടാളികളുമായി വന്ന് ജൽസാഗാഹിന് 4 ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റിലും ആക്രമണം തുടങ്ങി. കല്ലെറിഞ്ഞതു കൂടാതെ നാടൻ ആയുധങ്ങൾ കൊണ്ടും ആക്രമിച്ചിരുന്നു. മഴവും മറ്റും കൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം ആക്രമിച്ചു. ഖുദ്ദാം വളരെ ധൈര്യത്തോടെ ഡ്യൂട്ടി നൽകിക്കൊണ്ടിരുന്നു. ഡ്യൂട്ടിക്കാർക്കല്ലാതെ ആർക്കും പൊതുവെ പുറത്തിറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാ ഖാദിമ്യങ്ങളും അകത്തായിരുന്നു. അകത്തു നിന്ന് തന്നെ സംരക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. ജൽസ തുടങ്ങി 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആക്രമകാരികൾ മതിലിൻ്റെ ഒരു ഭാഗം പൊളിക്കുന്നതിൽ വിജയിച്ചു. അപ്പോൾ ഖുദ്ദാമിനോട് ചുമരുകളും ജൽസാഗാഹിൻ്റെയും സംരക്ഷണം ഉറപ്പുവരുത്താൻ പറഞ്ഞു. ആ സമയത്ത് 1-ാം ഗേറ്റിലുണ്ടായിരുന്ന സാഹിദ് ഹുസൈൻ ഷഹീദ് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഗേറ്റിൽ നിന്ന് പുറത്തു വന്ന് ജൽസാഗാഹിൻ്റെ മതിലിൽ ആക്രമണം നടത്തുന്നവരെ അകറ്റാൻ വളരെ ശീഘ്രഗതിയിൽ ധൈര്യപൂർവ്വം എത്തിച്ചേർന്നു. അവരെ എതിരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വേള അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് വേർപെട്ടു. ഒറ്റപ്പെട്ട അദ്ദേഹത്തെ അക്രമികൾ പൊതിയുകയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചുറ്റിക കൊണ്ടോ മറ്റേതോ ആയുധം കൊണ്ടോ ആക്രമിക്കുകയും വലിച്ചഴിച്ച് കുറേ ദൂരെ കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മറ്റ് ഭാഗങ്ങളിലും വളരെ നിർദ്ദയം ആക്രമണം നടത്തിക്കൊണ്ട് തങ്ങൾ മൃഗങ്ങളാണെന്ന് അവർ തെളിയിക്കുകയായിരുന്നു. ഷഹീദ് മർഹൂം സാഹിദ് ഹുസൈനെ എത്രമാത്രം വേദനാജനകമായി വധിച്ചുവെന്നാൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തന്നെ 2 മണിക്കൂർ സമയമെടുത്തു. ഇതാണ് അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ ആക്രമണത്തിൻ്റെ പാരമതിയിൽ എത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാവസരത്തിൽ പോലും ശത്രുവിൻ്റെ മൃതദേഹം വികൃതമാക്കുന്നത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നാമം ഉച്ചരിക്കുന്നവരോടാണ് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അള്ളാഹു തന്നെ അവരെ പിടികൂടുകയും അവരെ ധൂളിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഐഡൻറ്റിറ്റി കാർഡ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് അക്രമകാരികൾ മാറ്റിയിരുന്നു. എന്നാൽ ഖുദ്ദാമിൻ്റെ ഡ്യൂട്ടി യൂണിഫോമിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ജനാസ ലഭിച്ചതിന് ശേഷം തഹജ്ജുദ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് ശേഷം ജനാസ നമസ്കരിച്ചു. ജൽസയിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വന്നു ചേർന്ന ആയിരക്കണക്കിന് അഹമ്മദികൾ ജനാസയിൽ ഭാഗവാക്കായി. ജനാസയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ തികച്ചും വിവരണാതീതമായിരുന്നു. വളരെ വേദനാനിർഭരമായിരുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ വിതുമ്പുകയായിരുന്നു. നിയമപ്രശ്നങ്ങൾ കാരണം അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു.
ഉച്ചയ്ക്ക് ശേഷം സംഘമായി ഷഹീദിൻ്റെ ജനാസ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമത്തിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി രാത്രി 10 മണിക്ക് സംസ്കരിച്ചു. ഷഹീദ് മർഹൂമിൻ്റെ അടുത്ത സുഹൃത്ത് റഫത്ത് ഹസൻ സാഹിബ് പറയുന്നു, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്ത സൗഹൃദത്തിലായി. അദ്ദേഹം സ്വതവേ സൽസ്വഭാവിയായിരുന്നു, പക്ഷേ ഇബാദത്തുകളിൽ താല്പര്യം കുറവായിരുന്നു. എന്നാൽ അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി. നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നത് ശീലമായി. അദ്ദേഹം വളരെ വിനയാന്വിതനും സൗമ്യഭാഷിയും സൽസ്വഭാവിയും ആയ യുവാവായിരുന്നു. 5 വർഷത്തിനിടയിൽ അദ്ദേഹം ആരോടും ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബയ്യത്ത് ചെയ്ത് ഉടൻ തന്നെ വസീയത്ത് ചെയ്യാനും സൗഭാഗ്യം ലഭിച്ചു. സാഹിദ് ഹുസൈൻ ഷഹീദ് ഖുദാമുൽ ഹംദിയുടെ സക്രിയനായ അംഗമായിരുന്നു. ഷഹീദായ വേളയിൽ അദ്ദേഹം ധാക്കയിലെയും ബരീസാൽ മേഖലയിലെയും ഖുദാമുൽ അഹമ്മദിയ മോത്തബിദം ധാക്കയിലെ മോത്തി ജയിൽ ഹൽക്കയിൽ സയീമുമായിരുന്നു. മജ്ലിസിന്റെ കായിദ് സഹീറുൽ ഇസ്ലാം സാഹിബ് എഴുതുന്നു, അദ്ദേഹം മജ്ലിസിന്റെ ജോലികളിൽ കൃത്യതയുള്ള ആളും സീനിയറായവരെ അനുസരിക്കുന്ന വ്യക്തിയുമായിരുന്നു. സലാം പറയാൻ എപ്പോഴും മുന്തിച്ചിരുന്നു. എപ്പോഴും സുസ്മേരവതനായിരുന്നു. 1 വർഷമോ 1.25 വർഷമോ മുമ്പ് അദ്ദേഹം BSc പാസ്സായി. ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ധാക്കയിൽ നിന്ന് ദൂരെ പോകേണ്ടി വന്നാൽ അടുത്തുള്ള മജ്ലിസും സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രൊഫൈലിൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന ആയത്തിൻ്റെ തർജ്ജമയാണ് എഴുതിയിരുന്നത്. മുറബി ഷരീഫ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഷഹീദ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് റഫത്ത് ഹുസൈൻ സാഹിബിനോടൊപ്പം അനുഭാവിയായി വരുമ്പോൾ ഞാൻ തീബാടിയ ജമാഅത്തിലായിരുന്നു. ബയ്യത്ത് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറെ കൂടി നല്ലപോലെ അന്വേഷിച്ചു നോക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സമയത്ത് തന്നെ ജമാഅത്തിൻ്റെ സത്യത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. എങ്കിലും താങ്കൾ പറഞ്ഞതുകൊണ്ട് പിന്നീട് ബയ്യത്ത് ചെയ്യാമെന്ന് കരുതി. തുടർന്ന് അടുത്ത തവണ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. മുറബി സാഹിബ് പറയുന്നു, ബയ്യത്തിന് ശേഷം അദ്ദേഹം അഹമ്മദിയത്തിൻ്റെയും ജമാഅത്ത് വ്യവസ്ഥയെയും നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. വളരെ ആഴത്തിൽ പഠിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എനിക്കും കത്തയക്കുമായിരുന്നു. അവസാനം ജലസയ്ക്ക് പോകുമ്പോഴാണ് കത്തയച്ചത്. എഴുതുന്നു, ഞങ്ങൾ ട്രെയിനിൽ ജലസയ്ക്ക് പോവുകയാണ്. ശത്രുക്കളുടെ പദ്ധതി വളരെ ഭയാനകമാണ്. ചില സ്ഥലങ്ങളിൽ അവർ തീയിട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ജലസ നടത്തുന്നതാണ്. തൻ്റെ ഈമാൻ പ്രകടിപ്പിക്കുകയായിരുന്നു. കൂടാതെ തൻ്റെ ബന്ധുക്കളും ഗ്രാമക്കാരും അഹമ്മദികളാകാനും മുഴുവൻ ഗ്രാമവാസികളും അഹമ്മദിയത്ത് സ്വീകരിക്കാനും ദുആക്ക് അപേക്ഷിച്ചിരുന്നു. ഇതാണ് അദ്ദേഹം എഴുതിയ അവസാനത്തെ കത്ത്. ഒരു ഖാദിം എഴുതുന്നു, ഷഹീദ് വളരെ വിനയാന്വിതനായ അംഗമായിരുന്നു. ആരെങ്കിലും വല്ല ജോലിയും ഏൽപ്പിച്ചാൽ അത് ചെയ്യാതിരിക്കുമായിരുന്നില്ല. ചിലപ്പോൾ തമാശയ്ക്ക് അദ്ദേഹത്തോട്, സാഹിദ് ഭായി, നമ്മൾ ഇത്രയൊക്കെ ജോലി ചെയ്താൽ തീർന്നു പോകില്ലേ എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുമായിരുന്നു. ഷഹീദ് മൂസിയായിരുന്നു. അദ്ദേഹം ഇത്രയും വേഗം എന്തിനാണ് വസിയത്ത് ചെയ്തത് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മഹദി ഇമാം സത്യവാനാണ്. അദ്ദേഹം പറഞ്ഞതും സത്യം തന്നെയാണ്. മസീമോദ് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വസിയത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹം ഹദ്റത്ത് മസീമോദ് അലി ഇസ്ലാമിൽ എത്രമാത്രം ആഴത്തിലുള്ള വിശ്വാസമുള്ള ആളാണ് എന്നതിൽ അത്ഭുതപ്പെട്ടു പോയി. അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നേ വരെ ഇമാം മഹദി, മസീഹ്, നബി തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ച വ്യക്തികളോ സംഘടനകളോ വിജയിച്ചിട്ടില്ല. ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലി ഇസ്ലാം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വ്യാജനായിരുന്നുവെങ്കിൽ മറ്റ് വ്യാജവാദികളെപ്പോലെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും ആകുമായിരുന്നു. ഷഹീദിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദികളാണ്. ഷഹീദ് മാതാപിതാക്കളുടെ ഏക മകനാണ്. വിവാഹം കഴിച്ചിട്ടില്ല. 2 സഹോദരിമാരുണ്ട്.
രണ്ടുപേരും വിവാഹിതരാണ്, അനഹമ്മദികളാണ്, അനുഭാവികളുമാണ്. അള്ളാഹു മാതാപിതാക്കൾക്ക് ഈ ദുഃഖം സഹിക്കാനുള്ള കഴിവ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഏക മകനായിരുന്നു. വളരെ ദുഃഖമുണ്ടാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സഹിക്കാനുള്ള കഴിവ് കിട്ടുകയുള്ളൂ. ഷഹീദിൻ്റെ പദവികൾ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ഏതായാലും ഈ ഷഹീദും ദൈവിക വചനങ്ങൾ പ്രകാരം ശാശ്വത ജീവിതം കൈവരിച്ചിരിക്കുന്നു. അള്ളാഹു എപ്പോഴും അദ്ദേഹത്തോട് പ്രത്യേകമായ നിലയിൽ വർത്തിക്കുമാറാകട്ടെ. ഈ അക്രമകാരികളെ പിടികൂടാൻ എത്രയും വേഗം സാഹചര്യമുണ്ടാകട്ടെ. ശത്രു കരുതുന്നത് ജമാഅത്തിലെ അംഗങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ട്, കാഠിന്യം പ്രവർത്തിച്ചും കൊണ്ട് അവരുടെ ആവശ്യം ഇല്ലാതാക്കാമെന്നാണ്. എന്നാൽ കാര്യം അതിന് നേരെ വിപരീതമാകുന്നു. അവിടെ നിന്ന് പല കത്തുകളും എനിക്ക് വന്നിട്ടുണ്ട്. ചില യുവാക്കൾ എഴുതുന്നു, കൂടുതൽ ഷഹാദത്ത് ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നതിന് ദുആ ചെയ്താലും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുർഭകന്മാരായ ശത്രുക്കൾ എന്ത് ഭംഗം വരുത്താനാണ്? ഏതായാലും ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ ദ്രോഹത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും നമുക്കുമേൽ കരുണയും അനുഗ്രഹവും വർഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ദുആകളിൽ നല്ലപോലെ ശ്രദ്ധ ചെലുത്തുക. രണ്ടാമത്തെ ജനാസ അൾജീരിയയിലെ കമാൽ ഖുദ സാഹിബിൻ്റേതാകുന്നു. അദ്ദേഹം ഫെബ്രുവരി 2-ാം തീയതി വഫാത്തായി. 52 വയസ്സായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സദർ ജമാഅത്ത് അബ്ദുൽ അലീം സാഹിബ് എഴുതുന്നു, മർഹൂം വളരെ സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള അഹമ്മദിയായിരുന്നു. അദ്ദേഹം തൻ്റെ വീട് ജമാഅത്തിൻ്റെ യോഗങ്ങൾക്കും നമസ്കാരങ്ങൾക്കും തബ്ലീഗി പ്രവർത്തനങ്ങൾക്കും വേണ്ടി തുറന്നു വെച്ചിരുന്നു. എല്ലാ അഹമ്മദികളും അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യത്തിനും അതിഥി സൽക്കാരത്തിനും വിശാല ഹൃദയത്തിനും സാക്ഷികളാണ്. അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയും 3 മക്കളുമുണ്ട്. അതിൽ 2 ആൺമക്കൾ അനഹമ്മദികളാകുന്നു. ഒരു മകൻ അഹമ്മദിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലജ്ന സദർ എന്ന നിലയിൽ സേവനം ചെയ്തിട്ടുമുണ്ട്. അൾജീരിയയിലെ ഹസാൻസ് മൗല സാഹിബ് പറയുന്നു, കമാൽ ഖുദ സാഹിബ് വളരെ ആത്മാർത്ഥതയുള്ള നല്ല സേവന സന്നദ്ധനായ അഹമ്മദിയായിരുന്നു. അയൽവാസികളിൽ നിന്ന് വിവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അവസാനം വരെയും തൻ്റെ വീട് നമസ്കാരത്തിന് വേണ്ടി തുറന്നിട്ടിരുന്നു. ജുമാക്ക് വരുന്നവർക്കും അതിഥികൾക്കും ചിലപ്പോൾ സ്വയം തന്നെ ഭക്ഷണം പാകം ചെയ്തു നൽകിയിരുന്നു. ഖിദ്മത്ത് ഹൽക്കിൻ്റെ പല ജോലികളും രക്തദാനത്തിലും ഭാഗവാക്കായിരുന്നു. മർഹൂമിൻ്റെ വീട്ടിൽ വിവിധ യോഗങ്ങളും ഈദ് നമസ്കാരങ്ങളും നടത്തിയിരുന്നു. സർക്കാരിൻ്റെ അടുക്കൽ പോയിരുന്ന സംഘത്തിലും മർഹൂം ഉണ്ടായിരുന്നു. മർഹൂം പറയുമായിരുന്നു, നമ്മൾ ജമാഅത്തിൽ ചരിത്രമാണ് രചിക്കുന്നത്. അൾജീരിയയിൽ ഇപ്പോൾ പല ശക്തമായ എതിർപ്പുകളുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും ഈ പദ്ധതിയിൽ ഭാഗവാക്കായിരുന്നു. അള്ളാഹു കാരുണ്യത്തോടെയും പൊറുമയോടെയും അദ്ദേഹത്തോട് വർത്തിക്കുമാറാകട്ടെ. അടുത്ത ജനാസ ഡോക്ടർ ഷമീം മലിക് സാഹിബയുടേതാണ്. ഇവർ 2010 ലാഹോർ ദാറുസിക്കറിൽ ഷഹീദായ മഖ്സൂദ് അഹമ്മദ് മലിക് സാഹിബിൻ്റെ ഭാര്യയാണ്. ഭർത്താവിൻ്റെ ഷഹാദത്തിന് ശേഷം കുറച്ചു കാലത്തേക്ക് കാനഡയിൽ പോയതായിരുന്നു. അവിടെ തന്നെ വഫാത്തായി. ഇവർ PhD വരെ പഠിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ പ്രൊഫസറായി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വരെയുള്ള സ്ഥാനത്തേക്ക് ഉയർന്നു. അതോടൊപ്പം തന്നെ വീട്ടിലെ ജോലികളും കുട്ടികളുടെ ഉത്തരവാദിത്വവും നല്ല നിലയിൽ നിർവഹിച്ചു. യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാ വിഭാഗം ആളുകളെയും നല്ല നിലയിൽ സൽക്കരിച്ചിരുന്നു. ആവശ്യക്കാരെ സഹായിച്ചിരുന്നു. സ്വതസിദ്ധമായ അഭിപ്രായമുള്ള വനിതയായിരുന്നു. അനഹമ്മദികൾക്കും അനഹമ്മദി ബന്ധുക്കൾക്കും തബ്ലീഗ് ചെയ്തിരുന്നു. മസീഹ് മൗഊദ് അലി ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ എപ്പോഴും വായിക്കുമായിരുന്നു. ജീവിതകാലത്ത് തന്നെ അവരെപ്പറ്റി ഒരു തീസിസ് എഴുതപ്പെട്ടിട്ടുണ്ട്. സാധാരണ പിന്നീടാണ് തീസിസ് എഴുതാറുള്ളത്. ഇത് ഇവരുടെ ജീവിതകാലത്ത് തന്നെ എഴുതപ്പെട്ടു. വിദ്യാഭ്യാസത്തിന് വളരെ താല്പര്യമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം എന്നിവയിൽ ശുഷ്കാന്തി പുലർത്തിയിരുന്നു. കൃത്യമായി തഹജ്ജുദ് അനുഷ്ഠിച്ചിരുന്നു. ഇസ്ലാമിക ചിഹ്നങ്ങൾ പാലിച്ചിരുന്നു. ആത്മാർത്ഥതയും കൂറുമുള്ള വനിതയായിരുന്നു. ഖിലാഫത്തിനോട് പ്രത്യേകമായ ബന്ധമുണ്ടായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സംതപ്ത കുടുംബത്തിൽ ഒരു മകനും 4 പെൺമക്കളുമാണുള്ളത്.
ലാഹോർ അമീർ മലിക് താഹിർ അഹമ്മദ് സാഹിബിൻ്റെ സഹോദരിയാണ്. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കളെയും തലമുറകളെയും ഖിലാഫത്തിനോടും ജമാഅത്തിനോടും എപ്പോഴും ബന്ധിപ്പിച്ച് നിർത്തുമാറാകട്ടെ. അടുത്ത ജനാസ ഫർഹാദ് അഹമ്മദ് സാഹിബ് സൺ ഓഫ് ഇർഷാദ് അഹമ്മദ് അമീനി സാഹിബ് ജർമ്മനിയുടേതാണ്. ഇദ്ദേഹം 36-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. വഖഫെ നൗവിൻ്റെ പരിശുദ്ധ പദ്ധതിയിലും ഭാഗവാക്കായിരുന്നു. വഫാത്തിന് മുമ്പ് ഖുദ്ദാമുൽ അഹമ്മദിയിൽ പ്രാദേശിക മേഖലാ തലങ്ങളിൽ സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിരുന്നു. മർഹൂം നന്മയുള്ള, പ്രസന്നവദനായ, അനുസരണയുള്ള യുവാവായിരുന്നു. ജമാഅത്തിൻ്റെയും ഖുദ്ദാമിൻ്റെയും ജോലികൾക്ക് എപ്പോഴും തയ്യാറായിരുന്നു. വഫാത്തിന് ഒരു ദിവസം മുമ്പും ജമാഅത്തി പ്രോഗ്രാമുകളിൽ മുഴുവൻ ദിവസവും പിന്നെ രാത്രി ഒരുപാട് നേരവും സേവന നിരതരായിരുന്നു. അടുത്ത ദിവസം രാവിലെ മസ്ജിദിൽ ഫജർ നമസ്കാരത്തിന് ശേഷം ഖുദ്ദാമുൽ അഹമ്മദിയുടെ മീറ്റിങ്ങിൽ ഭാഗവാക്കായി. മീറ്റിങ്ങിന് ശേഷം വീട്ടിൽ പോകാൻ വേണ്ടി തൻ്റെ കാറിന് അടുത്തെത്തിയതും ആരോഗ്യം വഷളായതായി തോന്നി. മൊറബി സാഹിബ് അദ്ദേഹത്തെ മിഷൻ ഹൗസിൻ്റെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ തൻ്റെ കാറിലിരുന്നെങ്കിലും ആരോഗ്യം വീണ്ടും മോശമായി. ശക്തമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. 3-4 മിനിറ്റിനുള്ളിൽ ആംബുലൻസും വന്നു. അവർ വൈദ്യസഹായവും നൽകി തുടങ്ങി. ഏകദേശം 45 മിനിറ്റുകളോളം അവർ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ദൈവവിധി അതിജയിക്കുകയും അദ്ദേഹം തൻ്റെ യഥാർത്ഥ യജമാനിലേക്ക് പോവുകയും ചെയ്തു. ഫർഹാദ് മാതാപിതാക്കളുടെ ഏക സന്താനമായിരുന്നു. അള്ളാഹു മാതാപിതാക്കൾക്ക് സബറും ധൈര്യവും നൽകുമാറാകട്ടെ. പരേതനോട് കാരുണ്യത്തോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ജനാസ ജാവേദ് അഹമ്മദ് ബിസ്മിൽ സാഹിബിൻ്റേതാണ്. കനഡയിലായിരുന്നു. കഴിഞ്ഞ ദിവസം 72-ാമത്തെ വയസ്സിൽ വഫാത്തായി. നീണ്ടകാലമായി രോഗാതുരനായിരുന്നു. 24-25 വർഷമായി തരീഖ് ജദീദിൻ്റെ ഭൂമിയിൽ, അതായത് നീണ്ടകാലം മാനേജരായി ജോലി ചെയ്തിരുന്നു. തുടർന്ന് ഖുദ്ദാമുൽ അഹമ്മദിയിലും മറ്റ് ജമാഅത്തി സേവനങ്ങൾക്കും തൗഫീഖ് ലഭിച്ചിരുന്നു. ഉമർകോട്ട് ജില്ലാ അമീർ എന്ന നിലയ്ക്കും സേവനം ചെയ്തിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 4 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ താഹിർ അഹമ്മദ് സാഹിബ് പറയുന്നു, എൻ്റെ പിതാവ് ഒരുപാട് സൽസ്വഭാവങ്ങൾക്കുടമയായിരുന്നു. ദീനീ സേവകനും ജനങ്ങൾക്ക് നന്മയും ആയിരുന്നു. ഖിലാഫത്തിനോട് ഗഹനമായ സ്നേഹമുണ്ടായിരുന്നു. എപ്പോഴും ഖിലാഫത്തിനോട് പ്രത്യേകമായ ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. സാധുക്കളെ ശ്രദ്ധിച്ചിരുന്നു. സിന്ധിയിലെ ഭൂവുടമയായതിനാൽ അവിടെ പോകുമ്പോഴും സാധുക്കൾക്ക് സമ്മാനങ്ങളും വസ്ത്രങ്ങളും അവരുടെ വിവാഹത്തിന് ഉപകാരപ്പെടുമെന്ന് കരുതി നൽകുമായിരുന്നു. നല്ല അതിഥി സൽക്കാരപ്രിയനായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നിരുന്നു. വളരെ നല്ല നിലയിൽ അവരെ സൽക്കരിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ നല്ല യോദ്ധാവുമാക്കിയിരുന്നു. ശത്രുക്കളെ കാണുമ്പോൾ ജമാഅത്തിൻ്റെ അഭിമാനത്തെ മുൻനിർത്തിയിരുന്നു. നിരവധി കേസുകളിൽ വളരെ നിർഭയനായി കേസുകളെ പിന്തുടർന്നു. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു. പക്ഷേ അള്ളാഹു ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു. നല്ലപോലെ അധ്വാനിച്ചിരുന്നു. ജമാഅത്തി പൈസയെ നല്ലപോലെ വിലമതിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുൽ ബലമേൽപ്പിച്ചിരുന്നു. ലളിത ജീവിതത്തിനുടമയായിരുന്നു. വലിയ മേന്മയെന്തെന്നാൽ അദ്ദേഹം നീണ്ടകാലം രോഗിയായിരുന്നുവെങ്കിലും വളരെ ക്ഷമയോടുകൂടി അത് സഹിക്കുകയും ദൈവിക തൃപ്തി അടയുകയും ചെയ്തിരുന്നു. വഫാത്തിന് ഒരു ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഡോക്ടർ പറഞ്ഞു, ഇത്രത്തോളം ക്ഷമിക്കുന്നൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പരാതിയും ഒരിക്കലും പറഞ്ഞില്ല. ഡോക്ടർ മാറാവാ വ്യാധിയാണെന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് ബോധമുള്ള കാലമായിരുന്നു. സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. മകൻ പറയുന്നു, തഹജ്ജുദ് അനുഷ്ഠിക്കാനും തസ്ബീഹ് ചൊല്ലാനും വലിയ താല്പര്യമായിരുന്നു. എങ്കിലും കാലത്തിൻ്റെ ഖലീഫയ്ക്ക് വേണ്ടി ആദ്യം ദുആ ചെയ്യുമായിരുന്നു. ഞങ്ങളോടും ദുആ ചെയ്യാൻ ഉപദേശിച്ചിരുന്നു. കാര്യങ്ങൾ
മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. ശുക്ർ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. കഷ്ടപ്പാടിലും സുഖത്തിലും പുഞ്ചിരിയോടെ സഹനം കൈക്കൊണ്ടു. ശുദ്ധഹൃദയക്കാരനായിരുന്നു. ഞങ്ങളുടെ നല്ല അധ്യാപകനുമായിരുന്നു. വാത്സല്യമുള്ള പിതാവും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തന്ന നല്ല അഭിപ്രായങ്ങൾ നൽകുന്ന ആളുമായിരുന്നു. നല്ല ഉറച്ച വ്യക്തിത്വവുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ മക്കളും ജമാഅത്തിനോട് നല്ല ബന്ധമുള്ളവരാണ്. ഞാനുമായും വളരെ പഴയ കാലത്തുള്ള ബന്ധമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ മകനും മറ്റുള്ളവരും എഴുതിയിട്ടുണ്ട്. ഞാനും കണ്ടതാണ്. ഒരുപാട് നന്മകൾക്ക് ഉടമയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.